ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രേണു സുധി ലേറ്റസ്റ്റ് ആയിട്ട് കിച്ചു സുധിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണ്, ആ ഒരു വീഡിയോയിൽ കിച്ചുവിനെതിരെ എന്താണ് സംസാരിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേയധികം പേർക്ക് ഇവർ തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നം, എന്താണ് ഇവർ തമ്മിൽ പിരിയാനുണ്ടായ കാരണം എന്നറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കാം. ഈ ഒരു വീഡിയോയിൽ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവർ തമ്മിൽ പിരിയാനുണ്ടായ കാരണം തൊട്ട് ഇപ്പോൾ എന്താണ് രേണു കിച്ചുവിനെതിരെ പറഞ്ഞത് എന്നുള്ളത് അടക്കം ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് ഫുള്ളായിട്ടിരുന്ന് കേട്ടാലേ നിങ്ങൾക്ക് എന്താണ് സംഭവം ഇതുവരെ എന്നറിയാൻ സാധിക്കത്തുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒട്ടും വൈകാത്ത വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കിച്ചുവും അതുപോലെ തന്നെ രേണുവും തമ്മിലുള്ള നല്ല രീതിയിൽ കുറേ നാളുകളായിട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കിച്ചു എന്ന് പറയുന്നത് രേണുവിൻ്റെ സ്വന്തം മോനല്ല, ഈ ഒരു സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ്. അതിനുശേഷമാണ് സുധി രണ്ടാമത് പിന്നെ ഈ ഒരു രേണുവിനെ കല്യാണം കഴിക്കുന്നത്. 11 വയസ്സൊക്കെ ആയപ്പം തൊട്ടാണ് ഈ ഒരു രേണു ഉണ്ടെങ്കിൽ കിച്ചുവിനെ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സമയം വരെ രേണു കിച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സുധി മരിക്കുന്നതും. ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ ചേർത്ത് പിടിച്ചതെല്ലാം ഈ രേണു തന്നെ ആയിരുന്നു. അതിനുശേഷം എല്ലാവരും കൂടെ ചേർന്ന് ഇവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാളെ കുട്ടിയും ഈ ഒരു കിച്ചുവിൻ്റെയും പേരിലായിരുന്നു എല്ലാവരും കൂടെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രേണു ഉണ്ടെങ്കിൽ ഈ ഒരു ആൽബം അഭിനയിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുറേയധികം ആദ്യമേയൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ സംസാരിച്ചിട്ട് പിന്നെ രേണുവിനെതിരെ ഈ ആൽബത്തിലേക്ക് അഭിനയിക്കുന്നതിന് കുറേയധികം വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രേണു പല വീഡിയോസിനും പല ഇൻ്റർവ്യൂസിനും വന്നിരുന്ന് പറഞ്ഞൊരു കാര്യം, എൻ്റെ മൂത്ത മോൻ കിച്ചു ഉണ്ടെങ്കിൽ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്, അവൻ ഒരിക്കലും എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അമ്മ അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവൻ എപ്പോഴും പറയാറുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്ക് എൻ്റെ മൂത്ത മോൻ പറഞ്ഞത് കേട്ടാൽ മതി, നാട്ടുകാർ പറയുന്നതൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കിച്ചുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിരിച്ചു ഇതേ കണക്ക് കിച്ചു ഇൻ്റർവ്യൂ ഒക്കെ ആ സമയത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുമായിരുന്നു, ഇതേ കണക്ക് ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ, ഇതേ കണക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത് ചെയ്യരുത് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി ചോദിക്കുന്ന സമയത്ത് കിച്ചു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അമ്മയുടെ ഇഷ്ടം ആൽബത്തിൽ അഭിനയിക്കുന്നതാണ്, അമ്മയ്ക്കത് ഇഷ്ടമാണെങ്കിൽ അമ്മ അഭിനയിച്ചോളാനേ ഞാൻ പറയാറുള്ളൂ, ഒരിക്കലും അങ്ങനെ അഭിനയിക്കേണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല, അത് അമ്മയുടെ ആഗ്രഹത്തിന് അമ്മ അഭിനയിക്കുന്നതാണ്, പിന്നെ എനിക്കില്ലാത്ത കുഴപ്പം എന്തിനാണ് ബാക്കിയുള്ളവർക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുറേയധികം പേര് ഈ ഒരു രേണുവിൻ്റെയും കിച്ചുവിൻ്റെയും കാര്യം പറയും, ഇവർ അടിച്ച് പിരിയൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമായിരുന്നു. മറ്റു ചിലരാണെങ്കിൽ ഈ ഒരു കിച്ചുവിന് രേണുവിനെ ഇഷ്ടമല്ല എന്നൊക്കെയുള്ള രീതിയിലും കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ലായിരുന്നു, ഇവർ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇവരെ വീടിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പൊട്ടി ചോർന്നൊക്കെ പോകുന്നു, മതിലൊക്കെ ഇടിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വെച്ച് കൊടുത്ത ഒരു സ്ഥലം കൊടുത്ത ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ അത് പണിത് കൊടുത്ത ഒരു വ്യക്തിയുണ്ട്, ആ ഒരു വ്യക്തിയും തമ്മിൽ ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഈ രേണുവിനെതിരെ കുറേയധികം പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രേണുവിന് നന്ദിയൊന്നുമില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ കിച്ചുവിനും അതുപോലെ തന്നെ ഋതപ്പിനും വേണ്ടി വെച്ച് കൊടുത്ത വീടല്ലേ, അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് ഈ ഒരു രേണു എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തും ഈ ഒരു കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എതിർത്തോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, അമ്മ തെറ്റ് ചെയ്തു എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് നല്ല രീതിയിലായിരുന്നു രണ്ടുപേര്, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു രേണു ബിഗ് ബോസിൽ പോകുന്നത്. ബിഗ് ബോസിൽ പോയതിന് ശേഷം കുറേയധികം ആരോപണങ്ങളൊക്കെ ഈ ഒരു രേണുവിനെതിരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കിച്ചു അതിനൊക്കെ എതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രേണുവിൻ്റെ കൂടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവർ പറഞ്ഞതിനൊന്നും വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ എടുക്കാതെ ഫുൾ സപ്പോർട്ട് രേണുവിന് കൊടുത്തൊരു വ്യക്തി കൂടിയാണ് കിച്ചു. നല്ല രീതിയിൽ തന്നെ പോകുന്നു. അതിനുശേഷമാണ് ബിഗ് ബോസിൽ നിന്ന് രേണു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് വന്ന സമയത്ത് ഈ ഒരു കിച്ചു ഒക്കെ ചെന്നാണ് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അതിനുശേഷം ഒരു കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു കിച്ചുവും കൂടെ ചെന്നിട്ടാണ് ഓടിച്ചുകൊണ്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് എല്ലാം പുറത്ത് വന്നിട്ടുള്ളത്. ആ സമയത്ത് എല്ലാവരും കണ്ടറിയാം, നല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല
ഒരു ഇഷ്ടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു രേണുവും കിച്ചും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു കിച്ചു കൊല്ലത്ത് പോയി നിൽക്കുന്നത്, അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ നിന്നാണ്, കൊല്ലത്താണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ പോയി കാണാറുണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രേണുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറും കാണാറും ഒക്കെ ഉണ്ട് എന്ന് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറേയധികം നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു കിച്ചുവിനെ പറ്റി കുറേയധികം ആരോപണങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിച്ചു പണ്ട് അതേ കണക്ക് ചെയ്തു, ഇതേ കണക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം മറുപടിയും കാര്യങ്ങളും ഒക്കെ കിച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷവും കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചു ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയ്ക്കകത്ത് രേണുവിനെതിരെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. രേണുവിനെതിരെ സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കുടുംബത്തിലുള്ള രേണുവിനോ അല്ലെങ്കിൽ രേണുവിൻ്റെ ചേച്ചിക്കോ ചേച്ചിയുടെ ഭർത്താവിനോ ഒന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ്. അച്ഛൻ്റെ കൂടെ ഞാൻ പരിപാടിക്കും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്നെ ഇങ്ങനെ വലുതായിട്ട് ആരും കാണുകയോ നോക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും വീട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രേണുവിൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ ചേച്ചിയുടെ ഭർത്താവൊന്നും പണിക്കൊന്നും പോകത്തില്ല, അവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ചിലവ് കൂടി അച്ഛൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇതേ കണക്ക് അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവൊക്കെ കുറേയധികം ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവർ പെരുമാറിയ കാര്യങ്ങളും, അങ്ങനെ കിച്ചു അവിടെ അനുഭവിച്ച കുറേയധികം കാര്യങ്ങൾ കിച്ചു ഒരു വീഡിയോ ആയിട്ട് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഓരോ കാര്യങ്ങളായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്ത് വന്നതോടെ കുറേയധികം പേരുണ്ടെങ്കിൽ രേണുവിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് കിച്ചു പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വലിയ കമ്പനിയൊന്നുമില്ല, ജസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ട് ഒരു അമ്മയെന്നോ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സ്നേഹമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ, അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞതായിരുന്നല്ലോ ഈ രേണുവും കിച്ചുവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഈ ഒരു രേണു ഉണ്ടെങ്കിൽ വെളിയിൽ വന്ന് അഭിനയിക്കുവാണ്, മോനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ആ കുട്ടി എന്തുമാത്രം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ രേണുവിനെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സമയത്തുണ്ടെങ്കിൽ രേണു അതുപോലെ തന്നെ രേണുവിൻ്റെ ചേച്ചിയൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചു ഇങ്ങനെ പറയുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അവന് നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഒരിക്കലും ഇങ്ങനെ പെരുമാറുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുമെന്നൊന്നും വെച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ എൻ്റെ മോൻ തന്നെയാണ്, അവൻ എന്നെ തള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, പക്ഷേ അവൻ ഇപ്പോഴും എൻ്റെ മോനാണ്, എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവന് എന്നെ തന്നെ വിളിക്കാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, മക്കൾ തെറ്റ് ചെയ്താലും അത് അമ്മമാരല്ലേ സഹിക്കണ്ടേ എന്നുള്ള രീതിയിൽ അന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും രേണുവിനെതിരെ കുറേയധികം നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്തും പെട്ടെന്നാണ് ഒരു ന്യൂസ് വരാൻ തുടങ്ങിയത്, ഈ രേണുവിന് ക്യാൻസർ ആണ് എന്നുള്ള രീതിയിൽ. ആരോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ഈ രേണു ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അങ്ങനെ എനിക്കതൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തുറന്ന് പറഞ്ഞേനേലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഈ ഒരു ചോദ്യമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ആ സമയത്തെല്ലാം പറഞ്ഞ് എനിക്കങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് രേണു തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടെങ്കിൽ ഈ ഒരു കിച്ചു രേണുവും തമ്മിലുള്ള ബന്ധവും വളരെ എന്താ പറയുക, വലിയ രീതിയിൽ നേരത്തെ പോലെ സംസാരമോ വീട്ടിൽ വരികയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഈ ഒരു രേണു തന്നെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ കിച്ചുവിനെ ഇപ്പം അങ്ങനെ വിളിക്കാറില്ല, അതുപോലെ തന്നെ അങ്ങനെ വീട്ടിലൊന്നും വലിയതായിട്ട് വരാറില്ല. കിച്ചു വരുവാണെങ്കിൽ തന്നെ ഋതപ്പനെ, ആ ഇളയ കുട്ടിയെ കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ ചെല്ലുന്നത്, അല്ലെങ്കിൽ വലിയതായിട്ടൊരു ബോണ്ടിങ് ഇവർ തമ്മിലില്ലായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ രേണു ഒരു വീഡിയോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് സത്യം തന്നെയാണ്, ഞാനുണ്ടെങ്കിൽ ഇതങ്ങനെ പുറത്ത് പറയേണ്ട എന്ന് വെച്ചിരുന്നതാണ്, പക്ഷേ കുറേയധികം പേര് എവിടുന്നും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താനിപ്പോൾ തുറന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യം കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്യാൻസർ ആണ്, ഇപ്പം 3rd സ്റ്റേജ് കൂടിയാണ്, കുറച്ചും കൂടി സീരിയസ് ആണ്, കുറച്ച് വ്യാപിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം എന്നുള്ള രീതിയിൽ
ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ആ ഒരു സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യാതെ എതിർത്ത് സംസാരിച്ചവർ പോലും രേണുവിനെതിരെ ആ ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേണുവിനെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ രേണുവിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണ തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു രേണുവിൻ്റെ ടോപ്പിക്കൊക്കെ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പൈസ ഞാൻ രേണുവിന് തന്നെ കൊടുക്കും, ചികിത്സയുടെ ആവശ്യമായിട്ട് എന്താണോ അത് കൊടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് AC ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ലേറ്റസ്റ്റായിട്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ എല്ലാവരും വന്ന് കാണുന്ന സമയത്തും കുറേയധികം പേര് പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ പോയി കാണുന്നില്ല, എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാലും അത്രയും നാൾ നോക്കിയ അമ്മയെ പോലെ കണ്ട ഒരാളല്ലേ, അല്ലെങ്കിൽ അമ്മയെ പോലെ നോക്കിയ ഒരാളല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് കാണുന്നില്ല, പോയി കാണണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണുവിനെ പോയി കിച്ചു കണ്ടതൊന്നുമില്ല. അതിനുശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ടൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു കിച്ചുവിന് ഇടുന്നുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ഒന്നും തന്നെ കിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് രേണു ഇന്ന് ഇട്ടേക്കുന്ന വീഡിയോയിൽ ഈ ഒരു കിച്ചു തന്നെ വന്ന് കാണാത്തതിനെക്കുറിച്ച് പറയുകയാണ്. ഞാൻ 11 വയസ്സ് തൊട്ട് നോക്കി എൻ്റെ മോനുണ്ടെങ്കിൽ എന്നെ വന്ന് കാണുന്നൊന്നുമില്ല, എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ വന്ന് കാണുന്നതിന് എന്താണ് എന്ന് തനിക്കറിയത്തില്ല. കുറേയധികം പേര് വന്ന് ഇത് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറേയധികം പേര് കമൻ്റൊക്കെ ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, കിച്ചു വന്നില്ലയോ എന്ന്. അവർക്കുള്ള മറുപടിയാണിത്. കിച്ചു ഇതുവരെ എന്നെ വന്ന് കണ്ടിട്ടില്ല. എന്തായാലും ഈ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോൻ ഹൃദപ്പൻ എന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അവൻ ഈ ഒരു കാര്യം അറിഞ്ഞിടം തൊട്ട് ഭയങ്കര വിഷമമാണ്. പക്ഷെ എന്നാൽ പോലും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എൻ്റെ ചേച്ചിയും ചേട്ടനും എല്ലാം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എൻ്റെ മാനേജറായിട്ടുള്ള ഒരു കുട്ടിയും എൻ്റെ അനിയത്തിയെ പോലെയാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇട്ട വീഡിയോയിൽ കിച്ചുവിന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് പറഞ്ഞതോടെയും കിച്ചുവിനെതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചുവിനെതിരെ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കിച്ചുവിനെതിരെ ആരും സംസാരിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിത് പറയണം തോന്നി, കാരണം കുറേയധികം പേര് കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് മറുപടി തന്നേ എന്നുള്ളൊരു കാര്യം കൂടിയാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.